Chapter 5 Lebesgue Integration and further topics. Section 5.1 Uniform Integrability and Tightness, a general Daly convergence theorem. Now proposition 1. Let f be integrable over E, then for each epsilon greater than 0, there is a set of finite measure E naught for which integral mod f over E difference E naught less than epsilon. എഫ് ഇൻറ്റഗ്രബിൾ ആണ് തന്നിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് എന്തറിയാം, ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണെന്നറിയാം അല്ലേ. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ദെൻ ഫോർ ഈച്ച് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ ഈസ് എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ ഇ നോട്ട് ഫോർ വിച്ച് ദിസ് വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ എന്ത് ചെയ്തു, ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, choosing an epsilon greater than 0, it's an arbitrary number. And since f is integrable, f plus and f minus are integrable, then mod f is integrable. So mod f is integrable over E. Now by the definition of the integral of a non-negative function, എങ്ങനെയാണ് നമ്മൾ integral of a non-negative function calculate ചെയ്യുക? Integral supremum integral h over E, where h is measurable bounded functions with finite support, അല്ലേ, അതായത് which vanishes outside a set of subset E naught of E of finite measure satisfying 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എന്നായിരുന്നു അല്ലേ. നമ്മൾ എഫിൻ്റെ കേസിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ്. ദെൻ ആൻഡ് ഇൻറ്റഗ്രൽ മോഡ് എഫ് ഓവർ ഇ മൈനസ് ഇൻറ്റഗ്രൽ മോഡ് ജി ഓവർ ഇ ലെസ് ദാൻ എപ്സിലോൺ. സോ ഇൻറ്റഗ്രൽ മോഡ് എഫ് ഓവർ ഇ ഡിഫറൻസ് ഇ നോട്ട് എന്ന് വരുമ്പോൾ എന്ത് വരും, ഈ ജി എന്ന് പറയുന്ന വാല്യൂ ഔട്ട്സൈഡ് ഇ നോട്ട് 0 ആണ്. അതായത് ഇ ഡിഫറൻസ് ഇ നോട്ടിൽ ജിയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ മോഡ് എഫ് മൈനസ് ജി എന്ന് കൊടുത്താൽ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂവിന് ചേഞ്ച് ഒന്നും വരില്ല, ശരിയല്ലേ. നൗ ഇ ഡിഫറൻസ് ഇ നോട്ട് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ഇ ആണ്. ദോർ ഇൻറ്റഗ്രൽ മോഡ് എഫ് മൈനസ് ജി ഓവർ ഇ ഡിഫറൻസ് ഇ നോട്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ മോഡ് എഫ് മൈനസ് ജി ഓവർ ഇ വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ. A family f of measurable functions on E is said to be tight over E provided for each epsilon greater than 0 there is a subset E naught of E of finite measure for which integral mod f over E difference E naught is less than epsilon for all f belongs to script f. ഇപ്പം നമ്മൾ നേരത്തെ തിയറത്തിൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഫങ്ഷൻസിൻ്റെ കളക്ഷനെയാണ് tight over V. The measurable functions are said to be tight over E. And if f is a family of functions on E that is uniformly integrable and tight over E, then each function is integrable over E. Then Vitali convergence theorem. The Vitali convergence theorem, നമ്മൾ ലാസ്റ്റ് സെക്ഷനിലും ഒരു വിറ്റാലി കൺവേർജൻസ് തിയറം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇത് തമ്മിൽ എന്തായിരുന്നു ഡിഫറൻസ്? ആദ്യം ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലെറ്റ് സീക്വൻസ് എഫ് എൻ be a sequence of functions on E that are uniformly integrable and tight over E. ഈ ഒരു കണ്ടീഷൻ നേരത്തെ ഉണ്ടായിരുന്നില്ല, പക്ഷെ അവിടെ മെഷർ ഓഫ് ഇ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണെന്നൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ലെറ്റ് ഇ ബി എ ഫൈനൈറ്റ് മെഷർ ആൻഡ് സീക്വൻസ് ഓഫ് എഫ് എൻ കളക്ഷൻ എഫ് എൻ ഈസ് സെറ്റ് ടു ബി യൂണിഫോംലി ഇൻറ്റഗ്രബിൾ എന്നായിരുന്നു. ഇവിടെ ഫൈനൈറ്റ് മെഷർ എന്നുള്ളവർക്ക് ടൈറ്റ് ഓവർ ഇ എന്ന് പറയുന്ന കണ്ടീഷനാണ് കൂടുതലുള്ളത്. And sequence fn converges to ef point base almost everywhere on E same ആണ്. Then f is integrable over E. And integral fn over E converges to integral f over E. അപ്പോൾ അതാണ് ആ ചേഞ്ച് ഉള്ളത് കേട്ടോ തിയറത്തിൽ. അപ്പോൾ തിയറം ചോദിക്കുകയാണെങ്കിൽ തന്നെ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്നാണെങ്കിൽ അവിടെ നമ്മൾ അവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ വിറ്റാലി കൺവേർജൻസ് തിയറം ഫോർ ഓൺ ദ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ എന്നായിരിക്കും. ഓക്കെ, ഇവിടെ എഫ് സീക്വൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ കണ്ടീഷനാണുള്ളത് കേട്ടോ, യൂണിഫോംലി ഇൻറ്റഗ്രബിൾ ആൻഡ് ടൈറ്റ് ഓവർ ഇ എന്ന് പറയുന്നതാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ പ്രൂഫ്. ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, ദെൻ ബൈ ഡെഫിനിഷൻ ബൈ ടൈറ്റ്നസ് ഓവർ ഇ ദ സീക്വൻസ് എഫ് എൻ ദർ ഇസ് എ മെഷറബിൾ സബ്സെറ്റ് ഇ നോട്ട് ഓഫ് ഇ വിത്ത് ഫൈനൈറ്റ് മെഷർ ആൻഡ് ഇൻറ്റഗ്രൽ മോഡുലസ് എഫ് എൻ ഓവർ ഇ ഡിഫറൻസ് ഇ നോട്ട് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 4. ഈ ഡെഫിനിഷൻ അനുസരിച്ച് നമ്മൾ എന്തെഴുതി, എപ്സിലോൺ ബൈ 4 എന്നൊരു വാല്യൂ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, കണ്ടീഷൻ അപ്ലൈ ചെയ്തു ഇത് കേട്ടോ. ഇവിടെ ഈച്ച് എഫ് എൻ ആണ് ഡെഫിനിഷൻ. നമ്മൾ എഫിൻ്റെ കേസാണ് പറഞ്ഞത്. ഇവിടെ കളക്ഷൻ എഫ് എന്നിലെ ഓരോ ഇലമെൻറ്റ്സിൽ F1 F2 എക്സെട്ര എഫ് എൻ എന്ന് പറയുന്നത് ടൈറ്റ് ഓവർ ഇ. സോ വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. ഇനി ഫാക്ടേഴ്സ് ലെമ്മ എന്തായിരുന്നു? ഫാക്ടേഴ്സ് ലെമ്മ മോഡുലസ് ഓഫ്
അല്ലെങ്കിൽ ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫീമം ഇൻറ്റഗ്രൽ എഫ് എൻ ഓവർ ഇ എന്നായിരുന്നു അല്ലേ. ഇവിടെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് തന്നെ ലെസ് ദാൻ എപ്സിലോൺ ബൈ 4 ആണ്. സോ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? ലിമിറ്റ് ഇൻഫീമം ഇൻറ്റഗ്രൽ എഫ് എൻ ഓവർ ഇ ഡിഫറൻസ് ഇ നോട്ട് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 4 എന്ന് വരും അല്ലേ. ഫാക്ടേഴ്സ് ലം അനുസരിച്ച് ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫീമം ഇൻറ്റഗ്രൽ മോഡുലസ് എഫ് എൻ ഓവർ ഇ ഡിഫറൻസ് ഇ നോട്ടാണ്. അതായത് ഇ ഡിഫറൻസ് ഇ നോട്ട് അല്ലേ. ഓക്കെ, സോ ഇൻറ്റഗ്രൽ മോഡ് എഫ് ഓവർ ഇ ഡിഫറൻസ് ഇ നോട്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ബൈ 4. സോ therefore എഫ് ഈസ് ഇൻറ്റഗ്രബിൾ ഓവർ ഇ ഡിഫറൻസ് ഇ നോട്ട്. അതെന്തുകൊണ്ടാണ്? ഇൻറ്റഗ്രബിൾ ആവണമെങ്കിൽ ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ എഫ് ഇൻറ്റഗ്രബിൾ ഓവർ ഇ ആണ്. ഇവിടെ ഈ ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ ഡിഫറൻസ് ഇ നോട്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ബൈ 4 എന്ന് വന്നത് അല്ലേ. ഫൈനൈറ്റ് ഓവർ ഇൻറ്റഗ്രബിൾ ആണ് ഓൾറെഡി കിട്ടുന്നത്. ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ ഡിഫറൻസ് ഇ നോട്ട് ഫൈനൈറ്റ് ആയതുകൊണ്ട്, അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ബൈ 4 ആയതുകൊണ്ട് അത് ഇൻറ്റഗ്രബിൾ ആണ്. എവിടെയാണ് ഇപ്പോൾ ഇയിലെന്നല്ല കേട്ടോ, ഇ ഡിഫറൻസ് ഇ നോട്ടിൽ ഇൻറ്റഗ്രബിൾ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്, പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നൗ അപ്പോൾ എന്ത് കിട്ടിയാലും മതി. ഇതിൽ മോഡുലസ് ഓഫ് ഇൻറ്റഗ്രൽ എഫ് എൻ ഓവർ ഇ മൈനസ് ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടിയാൽ മതി. ഓക്കെ, നമുക്ക് ഇവിടെ അറിയാവുന്നത് ഇ ഡിഫറൻസ് ഇ നോട്ടിൻ്റെ കേസാണ് അറിയാവുന്നത്. അപ്പോൾ ഇൻറ്റഗ്രൽ മോഡുലസ് ഓഫ് ഇൻറ്റഗ്രൽ ഇ ഡിഫറൻസ് ഇ നോട്ട് മോഡുലസ് എഫ് എൻ മൈനസ് ഇൻറ്റഗ്രൽ മോഡുലസ് ഇൻറ്റഗ്രൽ എഫ് എൻ ഓവർ ഇ ഡിഫറൻസ് ഇ നോട്ട് മൈനസ് ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ ഡിഫറൻസ് ഇ നോട്ട് കൺസിഡർ ചെയ്തു. ലീനിയാരിറ്റി അനുസരിച്ച് എന്തെഴുതാം? ഇൻറ്റഗ്രൽ മോഡുലസ് ഓഫ് ഇൻറ്റഗ്രൽ ഓവർ ഇ ഡിഫറൻസ് ഇ നോട്ട് എഫ് എൻ മൈനസ് എഫ് എന്ന് എഴുതാം. ഓക്കെ, ഇനി മോഡുലസ് ഓഫ് എഫ് എൻ മൈനസ് എഫ് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് എൻ പ്ലസ് മോഡ് എഫ് ആണ് അല്ലേ. സോ മോണോട്ടോണിസിറ്റി അനുസരിച്ച് ഇൻറ്റഗ്രൽ ഓഫ് മോഡുലസ് ഓഫ് എഫ് എൻ മൈനസ് എഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് ദിസ് വാല്യൂ എന്ന് വരും. ഓക്കെ, ഇതെല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. ഇനി ഇത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 4 ആണ്. അഗൈൻ ഇൻറ്റഗ്രൽ മോഡ് എഫ് ഓവർ ഇ ഡിഫറൻസ് ഇ നോട്ടും ലെസ് ദാൻ എപ്സിലോൺ ബൈ 4 ആണ്. സോ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് വന്നു. ബട്ട് ഇ നോട്ട് ഹാസ് ഫൈനൈറ്റ് മെഷർ and collection Fn is uniformly integrable over E naught. Therefore, the Tally convergence theorem for functions on domains of finite measure നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത വിറ്റാലി കൺവേർജൻസ് തിയറം അനുസരിച്ച് ഇവിടെ എന്താണ്? ഇ നോട്ടിൽ ഫൈനൈറ്റ് മെഷറാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഇ ഡിഫറൻസ് ഇ നോട്ടിൻ്റെ കേസിൽ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു കേട്ടോ. ഇനി ഇ നോട്ടിലാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇ നോട്ടിൻ്റെ ഫൈനൈറ്റ് മെഷറാണ്. സീക്വൻസ് എഫ് എൻ യൂണിഫോംലി കൺവേർജ് ഇൻറ്റഗ്രബിൾ ആണ്. Therefore, f is integrable over E naught. അപ്പോൾ ഇൻറ്റഗ്രൽ മോഡുലസ് ഓഫ് ഇൻറ്റഗ്രൽ ഇ നോട്ട് എഫ് എൻ മൈനസ് എഫ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. അതെന്തുകൊണ്ടാണ്? അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റഗ്രൽ എഫ് എൻ ഓവർ ഇ നോട്ട് കേട്ടോ, നമുക്ക് ഫൈനൈറ്റ് ആയത് ഇ നോട്ടാണ്. ദിസ് കൺവേർജസ് ടു ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ നോട്ട് ആയതുകൊണ്ട് ഇ നോട്ടിൻ്റെ കേസിൽ ദിസ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. ഇനി നമ്മൾ ഇൻറ്റഗ്രൽ ഇതാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. മോഡുലസ് ഓഫ് ഇൻറ്റഗ്രൽ എഫ് എൻ മൈനസ് എഫ് ഓവർ ഇ. ഓക്കെ, ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് മോഡുലസ് ഓഫ് ഇൻറ്റഗ്രൽ ഇ ഡിഫറൻസ് ഇ നോട്ട് യൂണിയൻ ഇ നോട്ട് ഓഫ് എഫ് എൻ മൈനസ് എഫ്. ഈ ഇ ഡിഫറൻസ് ഇ നോട്ടും ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് equal to modulus integral fn minus f over e difference e naught plus integral fn minus f over e naught എന്ന് എഴുതാം അല്ലേ. ഇനി മോഡുലസ് ഓഫ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ പ്ലസ് ബി ലെസ് ദാൻ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി ആയതുകൊണ്ട് ഈ കേസിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതാം. സോ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു അല്ലേ. സോ ഇ നോട്ടിൻ്റെ കേസിൽ നമുക്ക് ലെസ് ദാൻ എപ്സിലോൺ എന്ന് വന്നിട്ടുണ്ട്. ഈ ഡിഫറൻസ് ഇ നോട്ടിൻ്റെ കേസിൽ എപ്സിലോൺ ബൈ 2 ആണ്. ദർഫോർ മോഡുലസ് ഓഫ് ഇൻറ്റഗ്രൽ എഫ് എൻ മൈനസ് എഫ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ, വിച്ച് മീൻസ് ലിമിറ്റ് n tends to infinity integral fn over e equal to integral f over e. Hence the proof. So we have a corollary.
let sequence Hn be a sequence of non-negative integrable functions on E. Suppose integral means collection Hn of x converges to 0 for almost all x belongs to E, then limit n tends to infinity, integral Hn over equal to 0 if and only if collection Hn is uniformly integrable and tight over E.